ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉമ്മാനെക്കുറിച്ച് പ്രിയ കുറച്ച് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫോട്ടോ സഹിതം വെച്ചിട്ടാണ് അവൾ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഉമ്മ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. ഉമ്മ ഇത് കണ്ടപ്പോൾ തൊട്ടിട്ട് ഉമ്മക്ക് ശാരീരികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്താണ് അവസ്ഥ എന്നറിയില്ല, പോയിട്ട് ഡോക്ടറെ കാണിക്കണം. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ 9 ബ്ലോക്ക് കഴിഞ്ഞ് സർജറി കഴിഞ്ഞൊരു വ്യക്തിയാണ് എൻ്റെ മദർ. പോരാത്തതിന് രണ്ടാമത് ബ്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ് എൻ്റെ ഉമ്മ. അപ്പം സോഷ്യൽ മീഡിയ കൂടി ഇങ്ങനെ അവഹേളിക്കുന്ന സമയത്ത് മെൻ്റലിയും ഫിസിക്കലിയും വളരെ ബുദ്ധിമുട്ട് ഇങ്ങനത്തെ ആൾക്കാർക്ക് ഉണ്ടാവുമെന്ന് നിങ്ങൾക്കറിയാലോ. എന്നോടുള്ളത് എന്നോട് തീർക്കുക. അപ്പം എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഉമ്മാനെ വെച്ചിട്ട് പറയേണ്ട ഒരാവശ്യവും ഇല്ല. അപ്പം ഇതിന് നിയമപരമായിട്ട് നേരിടാനുള്ള എല്ലാ വകുപ്പും ഉണ്ട് എന്നറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോവണം, കംപ്ലൈൻറ്റ് കൊടുക്കണം, ഉമ്മാനെ ഡോക്ടറെ അടുത്ത് കാണിക്കണം. ഡോക്ടറെ കാണിച്ചിട്ട് ആ ഷീറ്റ് സഹിതം ഉമ്മാൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഷീറ്റിൻ്റെയൊക്കെ ഫോട്ടോ കോപ്പി ഞാൻ സ്റ്റേഷനിൽ ഹാജരാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ ഡെത്ത് എത്രത്തോളം വലുതാണ് എന്നുള്ളത് നമ്മൾ പറയുന്നതിനെക്കാട്ടിൽ നല്ലത് നമ്മൾ ഷീറ്റ് സഹിതം. ഇപ്പം ഞാനിപ്പോൾ പറയാം, ഞാനൊരു രോഗിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനൊരു രോഗിയാവണമെന്നില്ല. ഇപ്പോഴത്തെ കാലത്ത് തെളിവുകളാണ് വേണ്ടത്. അപ്പം ഉമ്മ HMS എന്നാണ് സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. സർജറി കഴിഞ്ഞതിൻ്റെ ഡീറ്റെയിലും അതേപോലെ ഉമ്മ ഇപ്പം ഗുളിക കുടിച്ചുകൊണ്ടിരിക്കുന്ന ഡീറ്റെയിൽ കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എത്രമേൽ സ്ട്രോങ് ഉള്ള ഗുളികയാണ് ഉമ്മ ഇപ്പം നിലവിൽ കുടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും ഉമ്മാൻ്റെ ഫിസിക്കൽ എത്രമാത്രം സേഫാണ് എന്നുള്ളതും ഒന്ന് നമുക്ക് ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കാര്യം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഹാർട്ട് പേഷ്യൻ്റ് എന്ന് പറയുന്നത് ഏത് നിമിഷവും എന്തും സംഭവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഡോക്ടർ പ്രത്യേകിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അത്രമേൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേഷ്യൻ്റ്. കാരണം എൻ്റെ ഉമ്മാൻ്റെ ഹെൽത്ത് അത്രമേൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളാണ്. ഷുഗറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ ഷുഗർ കൂടി അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാൽ അതും ഇവരെ ബാധിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. കംപ്ലൈൻറ്റ് രജിസ്റ്റർ ആയിട്ടില്ല വെച്ചാൽ FIR ഇട്ടിട്ടില്ല വെച്ചാൽ അതിന് വേണ്ട നടപടികൾ മീഡിയാസിനാണെങ്കിൽ മീഡിയാസിന്, അല്ലെങ്കിൽ ചിലൊരു അമ്മായി പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നൊരു സംഭവം ഉണ്ടല്ലോ, കുത്തിയിരിപ്പ് സമരം. ഒരു പേഷ്യൻറ്റിനെയും കൊണ്ടിട്ട് സ്റ്റേഷനിൽ ഇത്ര സമയത്തിനപ്പുറം നിന്നാൽ അത് അവിടുത്തെ പോലീസുകാർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ എനിക്കറിയാം, നിയമവശങ്ങളൊക്കെ കുറച്ചൊക്കെ അറിയാവുന്നൊരു സംഭവമാണ്. അപ്പം താമരശ്ശേരി അതെടുത്തിട്ടില്ല വെച്ചാൽ നേരെ കമ്മീഷണർ ഓഫീസിൽ കോഴിക്കോട് ഞാൻ പോവും. FIR ഇട്ടിട്ടേ ഞാനിന്ന് തിരിച്ചു പോരുള്ളൂ. അതും അവൈലബിൾ ആയിരിക്കും അത് FIR വരുന്നത്. കാരണം അത്രമേൽ ഒരു രോഗിയെക്കുറിച്ച് നമ്മളങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളൊരു സംഭവം കൂടി ഉണ്ടല്ലോ. വേറെ എന്തോ ഒരസുഖം പോലല്ല, ഹാർട്ട് സംബന്ധമായിട്ടുള്ള വിഷയം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. ഏത് നിമിഷവും ആൾ എന്തും സംഭവിക്കാവുന്ന സാഹചര്യത്തിൽ കൂടെ പോകുന്ന ഒരാളാണ്. അപ്പം എനിക്കൊരു കാര്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ട്, ദൈവത്തിനോട് നന്ദിയുണ്ട്. എൻ്റെ ലൈഫിലെ പ്രശ്നങ്ങളൊക്കെ തുടക്കമിട്ടത് ഈ പ്രിയയാണ്. അത് ഒടുക്കമിടുന്നതും ഈ പ്രിയ തന്നെയാണ്. ഇതിനോടുകൂടെ ഒളൊടുങ്ങും എന്നുള്ളത് ഉറപ്പാണ്. ഇതിന് ഏതറ്റവും. കാരണം ഉമ്മ എന്ന് പറയുന്നത് ഞങ്ങൾ അത്രമേൽ കൊണ്ടുവന്ന് നടക്കുന്നൊരു സംഭവമാണ്. ഞങ്ങൾ 3 പെൺകുട്ടികളും വാപ്പയും ഒക്കെ അത്രമേൽ 14,500 രൂപയുടെ ഗുളിക മാസം കുടിക്കുന്നൊരു വ്യക്തിയാണ്. 12 or 13 ഗുളിക ഒരു സമയത്ത് കുടിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ്, അമ്മ എന്ന് പറയുന്നതിൻ്റെ സീരിയസ്നെസ് എന്താണെന്നുള്ളത് ഞാൻ പ്രിയനെ പറഞ്ഞിന്ന് പഠിപ്പിക്കും. കാര്യം എന്താ വെച്ചാൽ ആ കുട്ടി എന്ന് പറയുന്നത് ഇതുവരെ എന്താ പറയുക, ഒരു കുഞ്ഞിന് ജന്മം നൽകാത്ത ഒരാളാണ്. കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ഒരു സ്ത്രീ ആവുള്ളൂ എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അവൾക്ക് അമ്മയുടെ വില മനസ്സിലാക്കണേ, കുഞ്ഞുങ്ങളെ വില മനസ്സിലാക്കണേ, അറ്റ്ലീസ്റ്റ് ഒരു പ്രസവമെങ്കിലും കഴിക്കണം എന്ന് പറയുന്നത് സത്യമാണ്. ഇവളോടൊന്നും അമ്മയുടെ വിലയോ കുഞ്ഞുങ്ങളുടെ വിലയോ പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മളൊരു അമ്മയുടെ വാല്യൂ നമുക്ക് മനസ്സിലാവും. ഒരു സ്ത്രീ എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു പുരുഷൻ എന്നെ സംബന്ധിച്ച് അമ്മയുടെ വേദന മനസ്സിലാവുക, അല്ലെ അമ്മേനെ മനസ്സിലാക്കുന്ന ഒരു മൊമെൻ്റ് എന്താണെന്നറിയോ? ഡെലിവറി പെയിനാണ്. ആ ഡെലിവറി പെയിന് സ്ത്രീയാണ് അനുഭവിക്കുന്നതെങ്കിൽ പോലും പുരുഷൻ അതിനെ സംബന്ധിച്ചുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, അതുമ്പോൾ തന്നെ അവന് മനസ്സിലാവും ഒരു അമ്മ എന്താണ് എന്നുള്ളത്. അപ്പം അങ്ങനെയാണ്. ഇതൊന്നും ഇല്ലാത്ത ഇവളോട് പറഞ്ഞിട്ട് കാര്യമല്ല. ഏതായാലും നേരെ സ്റ്റേഷനിലേക്ക് പോവാണ്. ജസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. സിസ്റ്ററുടെ മകൻ വക്കീലിനെ കൊണ്ട് വകുപ്പിട്ടിട്ട് കംപ്ലൈൻറ്റ് എഴുതിക്കുന്നുണ്ട്. സാധാ കംപ്ലൈൻറ്റ് പോരല്ല അത്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ബാക്കി ഡീറ്റെയിലും FIR ഒക്കെ ഇട്ടിട്ട് ഞാൻ പറയാം കേട്ടോ.